അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റേഷൻ പീടികത്തെ ചാക്കേരിയിട്ട് നല്ലൊരു ചോറുണ്ടാക്കട്ടോ. ഇതിൻ്റെ പേരെന്താണെന്നതിപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമുക്കും പറയാൻ കൂടിയാടില്ല. നമ്മളൊരു പരീക്ഷണമാണ്. ബിരിയാണിയാണോ വെച്ചാൽ അതുമല്ല, മന്തിയാണോ വെച്ചാൽ അതുമല്ല, കപ്സയാണോ വെച്ചാൽ അതുമല്ല, എത്താന്നൊന്നും നമുക്ക് പറയാൻ കൂടിയാടില്ല. ഏതായാലും സംഭവം സൂപ്പറായിന്. ഏതായാലും കുറച്ച് കോഴിയൊക്കെ കേക്ക് വെള്ളത്തിലിട്ടിക്കണേ. പിന്നെ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും ജീരുള്ളിയൊക്കെ പാടെ ചതച്ചും വെച്ചിക്കണേ. പിന്നെ 2 വല്ലുള്ളി എടുത്തിക്കണം കേട്ടോ. സാധനം അധികമൊന്നും വേണ്ട തന്നെയാണ്, കുറച്ച് സാധനം മതി. എന്നിട്ട് നമുക്ക് നല്ലൊരു ചോറുണ്ടാക്കാം. മക്കളൊക്കെ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് നോയിച്ചോണ്ടല്ലോ. നമുക്ക് ഇമ്മാതിരി ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇനി ബിരിയാണീൻ്റെ അരി തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മളെ റേഷൻ പീടിയിൽ നിന്ന് കിട്ടുന്ന ചാക്കേരിയില്ലേ, അത് വെച്ചിട്ട് തന്നെ നമുക്ക് മന്തി ഉണ്ടാക്കാം, ബിരിയാണി ഉണ്ടാക്കാം, പിന്നെ കപ്സ ഉണ്ടാക്കാം, എല്ലതും ഉണ്ടാക്കാം. നമ്മൾ മന്തിയൊക്കെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള മന്തി തന്നെ ചാക്കേരിയൊക്കെ വെച്ചിട്ട് സൂപ്പറായിട്ടുള്ള മന്തി. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കണ്ടി. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കാം. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അങ്ങനെയാണ് 2-3 പച്ചമുളക് കൊടുത്തിക്കണേ. പിന്നെ 2 വല്ലുള്ളി ആട്ടോ എടുത്തിക്കണത്. അപ്പോൾ കുറേ വല്ലുള്ളിയൊന്നും വേണ്ട. അപ്പം വല്ലുള്ളിയൊന്നും തൊടില്ല. വല്ലുള്ളിക്കും തക്കാളിക്കും കിഴങ്ങും ഒക്കെ ഇപ്പോൾ പെരും വിലയാണ് കേട്ടോ. അപ്പോൾ മീനിനും ഇറച്ചിക്കും ഒക്കെ കുറച്ച് വില കുറഞ്ഞും ചെയ്തിരിക്കണം. പച്ചക്കറിക്കൊക്കെ നല്ല വിലയാണ്. അപ്പോൾ അതെന്താ കാരണം നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മളെ ഹിന്ദൂസിനൊക്കെ ഇപ്പോൾ നോലുമ്പല്ലേ, അപ്പോൾ എനിക്ക് ഇറച്ചിയും കോഴിയൊന്നും വേണ്ട. അതുകൊണ്ട് ഇറച്ചിക്കൊക്കെ വിലയും കുറഞ്ഞ്. പിന്നെ ഒരു പച്ചക്കറി തന്നെയല്ലേ കൂട്ടുള്ളൂ. അപ്പം ഇമ്മാതിരി സാധനത്തിന് വിലയും കൂടി. അതാണെന്നാ തോന്നുന്നു കേട്ടോ. എൻ്റെ അഭിപ്രായം അതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ തോന്നണമെന്ന് വെച്ചാൽ കമൻറ്റിലൂടെ പറയണ്ട കേട്ടോ. അങ്ങനെ ഇക്കാരെന്ന് ഞാൻ വിചാരിച്ചിന്. അപ്പം അങ്ങനെ ഏതായാലും നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാൻ കേട്ടോ. പിന്നെ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല ഉണ്ട് കേട്ടോ. അത് നമ്മുടെ മുറ്റത്ത് എല്ലാവർക്കും അറിയാം. നമ്മളെ മുറ്റത്തുണ്ടാകുന്ന മല്ലിച്ചപ്പാണ്. കുടുങ്ങണ നേരത്തൊക്കെ ഇമ്മാതിരി മല്ലിച്ചപ്പൊക്കെ ഇട്ടാൽ മതി. പക്ഷേങ്കിൽ ഈ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ, നല്ല അടിപൊളി മല്ലിച്ചപ്പമാണ്. ഇത് നല്ലത് വേണം പോലും. ഇതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിരിക്കണം കേട്ടോ. ഈ ഒരു മല്ലിച്ചപ്പിൻ്റെ നമ്മളവിടെ നിന്ന് പോയിനി ഇഷ്ടം പോലെ ഉണ്ടായിന് കേട്ടോ. പിന്നെ എവിടെ നിന്നൊക്കെയോ ഓടുന്ന കാട് പിന്നെയും കുഴിച്ചിട്ട് കാട് ഉണ്ടായതാണ്. അപ്പോൾ ഒന്നുണ്ടായി കിട്ടിയാൽ മതി മക്കളെ. പിന്നെ അതങ്ങനെ അവിടെ ചാടിയിട്ടും ഇവിടെ ചാടിയിട്ടും അങ്ങനെ കുട്ടികളും മക്കളുമായിട്ട് ഒരുപാടാണ് പെരുകും. ഇഷ്ടം പോലെ ആകും കേട്ടോ. ഇപ്പം നമ്മളവിടെ കാട് പോലെ മൂടിയിരിക്കണേ. പക്ഷേങ്കിൽ പറിച്ച് കളയാൻ നമുക്ക് തോന്നുന്നില്ല കേട്ടോ. അത് കാരണം എന്താ, നമ്മളിതൊന്നും ഇല്ലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിനി. ഭയങ്കര ഗതിയിട്ടിക്കണം. ഒരു ഇലക്കും വേണ്ടി നമ്മളെ ഈ മല്ലിച്ചപ്പിൻ്റെ ഇലക്കും വേണ്ടി ഒരുപാട് ഇടങ്ങേറായിക്കണം കേട്ടോ കിട്ടാൻ. ഉണ്ടാവുമ്പം നമുക്ക് പുറത്തുണ്ടാവില്ല. ഇല്ലെങ്കിലാണ് ഇതിൻ്റെ ഒരു വില അറിയാം. കണ്ണില്ലാത്തപ്പോഴേ കണ്ണിൻ്റെ കാഴ്ചറിയുള്ളൂ പറഞ്ഞ മാതിരി ഇങ്ങനത്തെ ഒക്കെ ഇല്ലാതെക്കണം. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം കുടുങ്ങിയ നേരത്തൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഒന്ന് പോയി പറിച്ചിടുന്നങ്ങാണ്ട് ഉണ്ടാക്കാനേ. അതാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അങ്ങനെ അതാക്കണ ഞാൻ മല്ലിച്ചപ്പിൻ്റെ ആ ഇലയും അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ കോഴിയൊക്കെ കേക്കിക്കാണ്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിക്കാണ് കേട്ടോ. ഞാൻ ഊറ്റിയൊന്നും വെച്ചിട്ടില്ല. പിന്നെ നമുക്ക് ആവശ്യം പൈനാണ് പൊറുക്കിയിടാലോ എന്ന് വിചാരിച്ചു. അതേമാതിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതും പാടെ ഒന്ന് ചതച്ചെടുത്തുക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഇതൊക്കെ പാടെ ഒന്ന് ഒരു പ്ലേറ്റിൽ തന്നെ അരിഞ്ഞ് വെച്ചിക്കണ്. അപ്പോൾ ഇത് രസമുണ്ടായിന് കേട്ടോ ചോറ്. സംഭവം നമ്മളെ പരീക്ഷണമാണെങ്കിലും സക്സസ് ചെയ്യുന്നു. അടിപൊളിയായിട്ടുള്ള ചോറ് തന്നെയാണ്. മക്കൾക്കൊക്കെ നല്ല തൃപ്തി ആയിക്കണം കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് നൂലോളിച്ചുമ്പം കുറച്ച് കോഴി ഉണ്ടല്ലോ, നമുക്ക് ഇമ്മാതിരി ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്തിക്കാണ്ട് മക്കളെ സന്തോഷിപ്പിച്ചേട്ടോ. മക്കളെ സന്തോഷമല്ല നമ്മളെ സന്തോഷം. അപ്പോൾ ഞാനിതാക്കണേ അടുപ്പത്തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം തിരിച്ചൊക്കെ കത്തിച്ചാൽ വേണ്ടി പേപ്പർ പറ്റ കത്തി അങ്ങനത്തെ പിന്നെ ഞാൻ അടുപ്പ് കണ്ടിട്ട് കൊടുത്തേക്കണേ. അത് പിന്നെ അങ്ങനെയാണ് കെട്ടും ചെയ്ത് പിന്നെ ഞാൻ പിന്നെയും കത്തിച്ച് അങ്ങനെ ഏതായാലും തിരിച്ചൊക്കെ കത്തി ചെമ്പട്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ചിക്കണം കേട്ടോ. ഞാൻ അതൊന്ന് ചൂടായിട്ട് അരിയൊക്കെ കഴുകി വെക്കണം. അപ്പോൾ അരി ഇതാക്കണേ നമ്മളെ റേഷൻ പീടികത്തെ ചാക്കേരി തന്നെയാണ് കേട്ടോ എടുത്തുക്കണത്. അപ്പോൾ നമ്മൾ അത് അളന്നിടിച്ചിക്കാണ് കേട്ടോ. അതെന്തിനാ വെച്ചാൽ നമ്മൾ ഒരു ഗ്ലാസ് അരി ഇട്ടാൽ 2 ഗ്ലാസ് വെള്ളം പറഞ്ഞ് അങ്ങനെയാണ് കേട്ടോ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കണ മാതിരി. പിന്നെ ഞാൻ കുറച്ച് സാദാ ഓയിലും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും പറഞ്ഞെടുത്തുക്കണേ. പിന്നെ ഏലക്കായും കറാമ്പൂവും പട്ടിയും പിന്നെ നമ്മളെ ബിരിയാണിക്കൊക്കെ ഇടുന്ന ഒരു തക്കോലല്ലേ അതും ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ അതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എന്താട്ടി നമ്മളെ വല്ലുള്ളി ഉണ്ടല്ലോ അതായി കണ്ടിട്ട് കൊടുത്തിക്കണേ. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ.
അപ്പോൾ ഞാൻ ഈ ഏലക്കായി ഒന്ന് അമ്മീമ്മട്ട് കണ്ട് ഒന്ന് കുത്തി എടുത്തുക്കാണ് കേട്ടോ. അതിൻ്റെ ചൂരും മണമൊക്കെ ഒന്ന് ഉണ്ടായിക്കോട്ടെ എഴുതിക്കാണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ നമ്മളെ തക്കാളി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുകയാണ്. പിന്നെ പച്ചമുളകും കരിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളെ മല്ലിച്ചപ്പും എല്ലാതും ഒക്കെ ഉണ്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി പിന്നെ നമ്മൾ പാത്രമൊക്കെ കൊണ്ട് വടിച്ചാണ്ട് എടുത്തുക്കണം. ഒരു ഒറ്റ പൊടി അതിലുണ്ടാകരുത്, നമ്മൾക്ക് എദ്യമായിട്ട് അരിഞ്ഞുണ്ടാക്കിയതല്ലേ. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ആ തക്കാളിയൊക്കെ ഒന്ന് വാടി വരട്ടെ, പച്ചമുളക് വാടട്ടെ. അതൊക്കെ വാടി വന്നിക്കണേ. ഇനി നമുക്ക് നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരുള്ളിയും ചതച്ചുണ്ടല്ലോ അതും പാടെ ഇട്ട് കൊടുത്തു. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഞാൻ. അങ്ങനെ നമ്മളെ തക്കാളി വാടിക്കണേ, വല്ലുള്ളി വാടി, പച്ചമുളക് വാടി, ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊക്കെ വാടി. ഇനി നമുക്ക് നമ്മളെ മക്കൾ ബിരിയാണി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കളറൊക്കെ വേണ്ടേ, അതിനും വേണ്ടി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. മുളകും പൊടി ചേർക്കണില്ല കേട്ടോ. അപ്പോൾ പച്ചമുളകിൻ്റെ എരുണ്ട്, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കോഴി ഇട്ടാണ് വെക്കുന്നത്, അതുകൊണ്ട് ചിക്കൻ മസാല ഇറച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇറച്ചി മസാല, ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതാക്കണേ, നമ്മളെ ചിക്കൻ മസാല അടുപ്പൊക്കെ ചാടി, പക്ഷേങ്കിൽ കത്തിയതൊന്നുമില്ല കേട്ടോ. നമ്മൾ ചിക്കൻ മസാല ആയിക്ക് ഇടുന്നത് നമ്മളെ കോഴിക്ക് പറ്റണില്ലേ എന്നൊരു സംശയമുണ്ട്, അതേ കാരണം തട്ടിത്തെറിച്ച് അടുപ്പൊക്കെ ചാടുന്നത്. പിന്നെ ഏതായാലും ഞാൻ കുറച്ചും കൂടി ചിക്കൻ മസാല ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പം ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു പച്ചമണം മാറട്ടെ. കരിയേണ്ട കേട്ടോ, കരിഞ്ഞാൽ നമ്മളെ ചോറ് മാറും, രുചിയൊക്കെ മാറിക്കിട്ടും. അപ്പം അങ്ങനെ ഇതാക്കണേ, ഞാൻ കുറച്ച് തൈരും കൂടി പാർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചോറുണ്ടല്ലോ എരിവും പുളിയും ഒക്കെ ഒരു അടങ്ങിയിട്ടില്ല, നമ്മളെ അടിപൊളിയായിട്ടുള്ളൊരു ചോറ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, അതൊക്കെ പാടിട്ടെടുത്തിട്ട് ഇപ്പോൾ ഒരു ബിരിയാണീൻ്റെ മസാലേൻ്റെ ലുക്കൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് എന്താട്ടാ, അതിക്ക് നമുക്ക് വെള്ളം കണക്കാക്കി പാരുകയാണ് കേട്ടോ. ഞാൻ നമ്മൾ അരി അളന്നിട്ടിട്ടില്ലേ, ആ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം വിചാരിച്ചിട്ട് നമ്മളങ്ങനെ വെള്ളം കണക്കാക്കി പാർന്നിക്കണം കേട്ടോ. അങ്ങനെ പാർന്ന് കൊടുത്താൽ തന്നെ നമ്മൾ ഈ ചോറ് വേകും കേട്ടോ. രസം പിടിയത്തെ അരിയല്ലേ, പെട്ടെന്ന് വേകാണ്ടല്ലോ. അപ്പോൾ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ വേഗേറും ചോറ്, അപ്പം നമ്മളെ ചോറ് പായസം പോലെയാവും, അപ്പോൾ രസം ഉണ്ടാവില്ല. അപ്പോൾ പാകത്തിന് വേവാണെന്ന് വെച്ചെങ്കിൽ 1 ഗ്ലാസ് അരി എടുക്കുക, 2 ഗ്ലാസ് വെള്ളം എടുക്കുക, പാകി വയ്ക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ എത്ര ഗ്ലാസ്സാണ് അരി എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം പാർന്ന് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് തിരിച്ച് നല്ലോണം ഒന്ന് കത്തിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളെ വെള്ളം തിളച്ചാൽ നമുക്ക് കോഴി ഇട്ട് കൊടുക്കുക, നമ്മൾ അരി ഇട്ട് കൊടുക്കാം. ആയിഷ് എന്താ അതിൻ്റെ ഒരു മണം എന്നറിയാം. അവിടെ തുറന്നപ്പം നല്ലൊരു ചൂരും മണമൊക്കെ ഉണ്ട് കേട്ടോ, നമ്മളെ പേരില്ലാത്ത ചോറ്. അപ്പോൾ അതൊക്കെ ഞാൻ നമ്മളെ കോഴിയൊക്കെ ഉണ്ടല്ലോ ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് കണ്ടൊന്ന് പിഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചിലപ്പോൾ കോഴിയിലും കുറച്ച് വെള്ളം കൂടാൻ സാധ്യത ഉണ്ടല്ലോ. ഇനി ആ കോഴി ഒന്നും ഇങ്ങോട്ട് തിളക്കട്ടെ. അത് തിളച്ചതിന് ശേഷം നമുക്ക് അരിയാണ് കേക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ അരിയും കോഴി ഒപ്പിട്ട് കൊടുക്കണില്ല, ചിലപ്പം കോഴി വേഗാന്നാലോ. അപ്പോൾ തക്കണ് നല്ലോണം ഒരു തിളച്ചിക്കണ്. അപ്പോൾ ഇങ്ങനെ ഇറച്ചിയൊക്കെ ഒന്ന് വേകാനായി തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി, നമ്മൾ അരി ഉണ്ടല്ലോ കേക്ക് വെച്ചിക്കണ്, അത് ഞാൻ നമ്മളെ ചെമ്പട്ടിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഇനി നല്ലോണം ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാക്കണേ, ഇനി വേണമെന്ന് വെച്ചെങ്കിൽ ഇത് ഉപ്പിട്ട് കാണ്ട് തിളപ്പിച്ച് ഊറ്റി കാണ്ട് ഇടും കേട്ടോ. പക്ഷേങ്കിൽ ഞാനിത് ഇങ്ങനെയാണ് ഇടുന്നത്, നമ്മൾ മസാല ഉണ്ടാക്കിയില്ലേ അതിക്കിട്ട് കാണ്ട് അങ്ങോട്ട് ഇളക്കിയെടുത്താലും മതി. പക്ഷേങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ കാട്ടുന്നത്. ആ കോഴിൻ്റെ പിന്നെ കോഴിയൊക്കെ തിളക്കുമ്പോൾ അതിൻ്റെ നെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ചോറ്റിൽ ഉണ്ടാകുമ്പോൾ അതൊരു രസമാണ് കേട്ടോ, നമ്മളെ കപ്സിയൊക്കെ വെക്കണ മാതിരി. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഞാൻ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി അതവിടെ കിടന്ന് വേകട്ടെ. അപ്പോൾ അരിയൊക്കെ ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിക്കാണ്ട് ഇങ്ങനെ ഇളക്കണുണ്ട് കേട്ടോ. അടിക്ക് പിടിച്ചോ നമുക്കറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നും അടച്ചും അടച്ചുമൊക്കെ ഇതാക്കണേ ഇളക്കി കൊടുത്തൊക്കെ ചോറ് ഇതാക്കണ് വെന്തിക്കണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിക്കണേ. ഇനി നമുക്കൊന്നുകൂടി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് അമ്പയാക്ക് മൂടിയേക്കാം കേട്ടോ. ഒന്ന് അമർത്തി മൂടിയേക്കാം. അതാ ഞാൻ അമ്പിച്ചടക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ ചോറൊക്കെ ഇതാക്കണേ വെന്തിക്കണം കേട്ടോ.
അപ്പോൾ അങ്ങനെ ഞാനത് മൂടി വെച്ചിക്കണേ. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ അതാ ചോറൊക്കെ നല്ല സെറ്റായി വന്നിക്കണം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ചോറുണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിക്കണം കേട്ടോ. അതാണ് തുറന്നപ്പോൾ ഉള്ളൊരു മണം എന്താണെന്നറിയോ? സൂപ്പർ മണം. ഈ നമ്മൾ പേരിടാത്ത ചോറാണിത് കേട്ടോ. എന്ത് പേരാണ് നമുക്കിതിന് ഇടാന്നൊന്നും നമുക്ക് പറയാൻ പൊടിയാണ്ടില്ല. ഏതായാലും എല്ലാവർക്കും തീർപ്പതി ആയിക്കണം കേട്ടോ. ചോറ് നല്ല രസമുണ്ടേനി. പിന്നെ കുറച്ച് തൈര് ഉണ്ടാക്കി, പിന്നെ നമ്മളെ ചമ്മന്തി ഉണ്ടാക്കിട്ടോ. അപ്പോൾ തക്കണി ചോറൊക്കെ വിളമ്പിക്കണേ. അപ്പോൾ നമ്മൾ പേരില്ലാത്ത ചോറ് നമുക്ക് വെച്ച് നോക്കാം ഇങ്ങനെ ഉണ്ടെന്നൊക്കെ അല്ലേ. അപ്പോൾ നല്ല അടിപൊളി ഇനി കുറച്ച് ചമ്മന്തിയും കുറച്ച് തൈരും ഒക്കെ കൂട്ടി കുഴച്ചാണ് തിന്നാണ്ടല്ലോ, എന്താ രസം. അപ്പോൾ ഒന്ന് വെച്ച് നോക്കണ്ടി. പുതിയ വീഡിയോ ആയിട്ട് നാളെ വരട്ടോ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.